നമസ്കാരം. കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നവീൻ ബാബുവിൻ്റെ മരണം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു CPM നേതാവായ PP ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗത്തിന് പിന്നാലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഔദ്യോഗിക വസതിയിൽ എന്നതാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരം. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യക്ക് പിന്നിൽ പ്രേരണയുണ്ട്. അതുകൊണ്ട് തന്നെ PP ദിവ്യ എന്ന CPIM നേതാവിനെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. അതിൻ പ്രകാരം PP ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു. മാത്രമല്ല, PP ദിവ്യയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാർട്ടി നടപടി പക്ഷേ CPIM കൈക്കൊണ്ടിട്ടില്ല. എന്തായാലും PP ദിവ്യക്കെതിരെ ഇപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എങ്കിലും അന്വേഷണം തുടരുകയാണ്. എന്നാൽ ഇന്ന് ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ഹർജിയുമായി എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തു വന്നാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. പക്ഷേ അവരുടെ നേതാവിനെ സംരക്ഷിക്കാനായി എല്ലാ കാര്യങ്ങളും മറുഭാഗത്തുകൂടി CPM ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു ഇരട്ടത്താപ്പ് CPM കേരളത്തിൽ കൈക്കൊള്ളുന്നുണ്ട് എന്നത് വ്യക്തമാണ്. PP ദിവ്യ എന്ന CPIM-ന്റെ നേതാവ്, PP ദിവ്യയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ചില പാർട്ടിയിലെ ഗോഡ് ഫാദർമാർ, ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി ഏതറ്റം വരെയും പോവുകയും പൊതുവിൽ ഔദ്യോഗികമായി ഒരു ഔപചാരിക ചടങ്ങ് എന്ന നിലയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് തങ്ങൾ എന്ന് നിലപാടെടുത്തിരിക്കുകയും ചെയ്യുന്നു CPM. അത് സത്യത്തിൽ CPM എന്ന പാർട്ടിക്ക് മാത്രം കഴിയുന്ന ഒരു മെയ്വഴക്കമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുടുംബം ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഈ ഹർജിയിലൂടെ കുടുംബം ആവശ്യപ്പെടുന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ള നിലവിലെ പ്രതി, ആ പ്രതി PP ദിവ്യയ്ക്ക് ഭരണതലങ്ങളിൽ വലിയ പിടിപാടുകളുള്ള വ്യക്തിയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നതാണ്. PP ദിവ്യയ്ക്ക് CPIM-ന്റെ ഉന്നത തലങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. CPIM-ന്റെ ഉന്നത തലങ്ങളിലുള്ള ചില വ്യക്തികളാണ് PP ദിവ്യയുടെ ഗോഡ് ഫാദർമാർ എന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. ആ ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കോടതിയിലെ ആരോപണം എന്നത്. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് PP ദിവ്യ. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. കാരണം ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ സ്വഭാവം എടുത്തു നോക്കിയാൽ പോലീസ് തെളിവുകൾ കുഴിച്ചു മൂടുന്നുണ്ടോ എന്നതിന് വളരെ വലിയ ചില സൂചനകളുണ്ട്. കാരണം ഈ പ്രശാന്തൻ എന്ന് പറയുന്ന പമ്പുടമയുടെ പരാതി അത് കെട്ടിച്ചമച്ചതാണ് എന്നതിന് ചില തെളിവുകളുണ്ട്. മാത്രമല്ല, നവീൻ ബാബുവിനെതിരെ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഇതുവരെ പലരുടെയും മൊഴിയെടുക്കുന്നതിൽ കാലതാമസം വൈകിയിട്ടുണ്ട്. മാത്രമല്ല, CCTV ദൃശ്യങ്ങൾ, കളക്ടറേറ്റിലെ ഫോൺ റെക്കോർഡുകൾ, ഇതൊക്കെ പരിശോധിക്കുന്നതിനും കസ്റ്റഡിയിലെടുക്കുന്നതിനുമൊക്കെ വലിയ താമസം വന്നിട്ടുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായും ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിരവധി തെളിവുകൾ ഇനിയും പോലീസ് ശേഖരിക്കാനുണ്ട്. ഇങ്ങനെ ശേഖരിക്കാൻ നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായും പിന്നീട് കേസിൻ്റെ അന്വേഷണത്തെ അത് ബാധിക്കാനും പ്രതി രക്ഷപ്പെട്ടു പോകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തെളിവുകൾ കുഴിച്ചു മൂടുകയാണോ പോലീസ് എന്ന സംശയം ഇപ്പോൾ കുടുംബത്തിനുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി, ആ വ്യക്തിക്ക് തീർച്ചയായും കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിയിലുള്ള അന്വേഷണം നടക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നാണ് കുടുംബത്തിൻ്റെ ഹർജിയിലെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം കുടുംബം അതീവ ഗൗരവകരമായ മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത് ആത്മഹത്യ തന്നെയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇത് കൊലപാതകമാണോ എന്നൊരു സംശയം കുടുംബത്തിനുണ്ട്. കാരണം നവീൻ ബാബു രാത്രി വൈകി ഏതാണ്ട് 8:30യോടുകൂടിയുള്ള ട്രെയിനിൽ പോകുന്നതിനായി വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങുന്നു. പാതി വഴിക്ക് കാറിൽ നിന്നിറങ്ങുന്നു. പിന്നീട് ആരെ കണ്ടെന്ന യാതൊരു വിവരങ്ങളുമില്ല. മാത്രമല്ല, 11 മണിവരെ അദ്ദേഹം ട്രെയിനിലാണ് എന്ന രീതിയിൽ കുടുംബത്തോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് ഔദ്യോഗികമായ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. അദ്ദേഹം ഔദ്യോഗിക വസതി താക്കോൽ സഹിതം കൈമാറിയതിന് ശേഷമാണ് വീട്ടിലേക്ക് പുറപ്പെട്ടത്. ചെങ്ങന്നൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ സ്വീകരിക്കാൻ എത്തണമെന്ന് കുടുംബാംഗങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം അവിടെ എത്താതിരിക്കുകയും പിന്നീട് കുടുംബം നടത്തിയ അന്വേഷണത്തിൽ തൂങ്ങി മരിച്ചതായി കാണപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒന്നും പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലില്ല.
മാത്രമല്ല ഈ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം, ഇതിലൊക്കെ വലിയ സംശയങ്ങൾ കുടുംബത്തിനുണ്ട്. ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാകണമെന്നാണ്. അത് പാലിക്കപ്പെട്ടില്ല. തങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടത്തി കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഈ പ്രതികളാണ് എന്ന് സംശയിക്കുന്ന ചിലരുടെ ഗൂഢാലോചനക്കാരുടെ ആളുകൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെ, അതായത് ഈ പറയുന്ന PP ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രി, നവീൻ ബാബുവിനെതിരെ പരാതി കെട്ടിച്ചമച്ച പ്രശാന്തൻ ജോലി ചെയ്യുന്ന ആശുപത്രി, അതേ ആശുപത്രിയിൽ തന്നെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകരുത് എന്ന് കുടുംബം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യവും നിറവേറ്റപ്പെട്ടില്ല. അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഇൻക്വസ്റ്റ് തങ്ങൾ എത്തുന്നതിന് മുമ്പ് നടത്തുകയും ഒക്കെ ചെയ്തത് എന്തിനാണ് എന്ന സംശയം കോടതിയിൽ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണ് എന്ന സംശയം, കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ട് ഈ മരണത്തിലേക്ക് നയിക്കാവുന്ന ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കുടുംബം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കണം. ഈ പറയുന്നത് പോലെയുള്ള തട്ടിക്കൂട്ട് അന്വേഷണങ്ങൾ പാടില്ല. CPM നേതാവിനെ രക്ഷിക്കുക എന്ന അജണ്ടയോടുകൂടി അന്വേഷണം നടത്താൻ പാടില്ല. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാലേ നീതി കിട്ടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കുടുംബം, നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.